എന്റെ പ്രിയപ്പെട്ട ജഡ്ജസ്, എന്തോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട എപ്പിസോഡ് വെയിറ്റ് ചെയ്യുന്നു. ഞങ്ങളും അതെ കൊറേ നേരമായോ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്? പിന്നെ 1.5 മണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്യാം. ഓ സോറി, ഞാൻ എത്താനാണോ ലേറ്റ് ആയത്? സോറി. ഞങ്ങള് മാത്രല്ല, ആൾക്കാരെല്ലാരും ഒരുങ്ങിക്കഴിഞ്ഞു. അതെ, അരങ്ങൊരുങ്ങി കഴിഞ്ഞു. അരങ്ങൊരുങ്ങി കഴിഞ്ഞു. അപ്പൊ പാടണ്ടേ? പാടണം. ചേച്ചി ഒരു പാട്ട് പാടിത്തരുമോ? ആളൊരുങ്ങി അരങ്ങൊരുങ്ങി 1000 തേരൊരുങ്ങി കാണുവാൻ കണിയുണരാനിതു വഴിവാ. ആളൊരുങ്ങി അരങ്ങൊരുങ്ങി 1000 തേരൊരുങ്ങി കാണുവാൻ കണിയുണരാനിതു വഴിവാ. കൊന്നപ്പൂഞ്ചോലകളിൽ കുളിച്ചൊരുങ്ങി കൊന്നപ്പൂഞ്ചോലകളിൽ കുളിച്ചൊരുങ്ങി തുമ്പിക്കുരുന്നേ തുമ്പക്കുടത്തിൽ തുള്ളിത്തുള്ളി വാ. ഒരു മണി തെന്നലിൽ നീ ഇതിലേറാ. ആളൊരുങ്ങി അരങ്ങൊരുങ്ങി 1000 തേരൊരുങ്ങി കാണുവാൻ കണിയുണരാനിതു വഴിവാ. ഗുഡ് സ്റ്റാർട്ട്. താങ്ക് യു. അപ്പൊ അരങ്ങൊരുങ്ങി കഴിഞ്ഞു. നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഹിന്ദി റെട്രോ റൗണ്ടിൽ പാടാൻ വരുന്നു തേജസ്. അടിപൊളി. जब दीप जले आना, जब शाम ढले आना, जब दीप जले आना, जब शाम ढले आना, संकेत मिलन का भूल न जाना, मेरा प्यार न बिसराना. जब दीप जले आना, जब शाम ढले आना. मैं पलकन डगर बुहारूंगा, तेरी राह निहारूंगा. मैं पलकन डगर बुहारूंगा, तेरी राह निहारूंगा. मेरी प्रीत का काजल तुम अपने नैनों में मले आना. जब दीप जले आना, जब शाम ढले आना. जहाँ पहली बार मिले थे हम, जिस जगह से संग चले थे हम. जहाँ पहली बार मिले थे हम, जिस जगह से संग
चले थे हम नदिया के किनारे, आज उसी अमवा के तले आना, जब दीप जले आना, जब शाम ढले आना। रेगा रेगा मा गरे सा सनी पा पा मा, रेगा सनी स ग पा मा पा। नित सांझ सवेरे मिलते हैं आ आ, नित सांझ सवेरे मिलते हैं, उन्हें देख के तारे खिलते हैं। नित सांझ सवेरे मिलते हैं, उन्हें देख के तारे खिलते हैं। लेते हैं विदा एक दूजे से, कहते हैं चले आना, जब दीप जले आना, जब शाम ढले आना। संकेत मिलन का भूल न जाना, मेरा प्यार न बिसराना, जब दीप जले आना, जब शाम ढले आना। ബ്യൂട്ടിഫുൾ. തേജസ്, എന്തോ ഇത്തവണെങ്കിലും ആ തുറന്ന് നീ പാടിയോടാ? പാടിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തൊക്കെയാണ് ആ ഒരു മാറ്റം കൊണ്ടുവരാൻ നീ എന്തൊക്കെ ട്രൈ ചെയ്തു? ഇല്ല, ഒന്നും ചെയ്തില്ല. അമ്മയും അച്ഛനൊക്കെ ഇങ്ങനെ ഒന്ന് പറയാൻ ശ്രമിച്ചു, പുഷ് ചെയ്ത്. വഴക്ക് പറഞ്ഞു? ഇല്ല, വഴക്കൊന്നും പറഞ്ഞില്ല. അപ്പൊ ഒന്ന് ചിന്തിച്ച് പാടി, അത്രേ ഉള്ളൂ. ഓക്കെ, ചോദിക്കാം നമുക്ക്. ഓക്കെ. ശരത് സർ. ചക്കരെ, എന്തോ സാർ? ബ്യൂട്ടിഫുൾ സോങ്. താങ്ക് യു. അസാധ്യ ഒരു പാട്ട്, ഒരു നിവൃത്തിയില്ലാത്ത ഒരു പാട്ട്. ആഹാ, ഇവിടെ നീ പാടിയത് ഇങ്ങനെ തല കിടന്ന് ഉരുളുകയാണ്. അങ്ങനെ ഒരു പാട്ട് ഇത് നമ്മളിത് ഒരു തവണ കേട്ടാൽ ആ ദിവസം രാത്രി കിടന്ന് ഉറങ്ങുന്നവർ ഇത് തലേന്ന് പോകത്തില്ല, ലൂപ്പിലോ. അത് അങ്ങനെ ഒരു പാട്ടാണ്. ചില പാട്ടുകൾ അങ്ങനെയാണ്. അപ്പം നമുക്ക് ബാക്കിയുള്ള കാര്യം കൂടെ ഒന്ന് തിരക്കിയിട്ട് വരാം. ആരൊക്കെയാണ്? ഇതിന്റെ മൂവി എന്ന് പറഞ്ഞാൽ ചിച്ചോരി എന്ന് പറഞ്ഞ മൂവിയാണ്. ചിച്ചോരിയോ? ചിച്ചോരി, ചിച്ചോർ. ചിച്ചോർ. ഇതിന്റെ മ്യൂസിക് ലിറിക്സ് എഴുതിയത് രവീന്ദ്രജൻ സാറാണ്. ആഹാ. പാടിയത് കെ ജെ യേശുദാസ് സാറാണ്. അതെന്താണിത്? കെ ജെ യേശുദാസ് സാറാണ്. അതൊക്കെ കുറച്ചു ഇപ്പോൾ സമാധാനമായിട്ട് ഇവിടെ പോന്ന് വായുഗുളിക മേടിക്കാൻ പോണോ? വേണ്ടല്ലോ. എടാ, നീ ഒരു ഉഗ്രം പാട്ടുകാരനാടാ, അതിൽ ഒരു ഡൗട്ടും ഇല്ല. താങ്ക് യു സാർ. നീ പാടുമ്പോൾ ആ ഒരു എന്താ പറയുക, നിന്റെ ഉള്ളിലെ ജ്ഞാനം നമുക്ക് മനസ്സിലാവും. ഉഗ്രായിട്ട് പാടി, നന്നായിട്ട് തന്നെ പാടി കേട്ടോ. താങ്ക് യു സാർ. എനിക്ക് ആലാപിലെ രണ്ടാമത്തെ ഫ്രേസ് പാടാമോ? ആദ്യത്തെ പാടി ഒന്ന് കണക്ട് ചെയ്യും. ലാസ്റ്റ് ഫ്രേസ്.
അത് നോക്കിയാൽ മതി. അത് കുറച്ചും കൂടെ ഉള്ളിൽ നിന്ന് വരുമ്പോൾ അത് അങ്ങനെ വരും. അപ്പം അതിനൊരു സുഖം ഉണ്ടാവും മോനെ. അതുപോലെ അതൊന്ന് പാടാമോ? പലക്കനെ ഡഗർ ബുഹാരൂംഗാ തേരി രാഹ നിഹാരൂംഗാ मैं പലക്കനെ ഡഗർ ബുഹാർ. കുറച്ചും കൂടെ അതിന് കുറച്ചും കൂടെ സുഖം വരട്ടെ. അത് വെറും ഒരു ടെക്നിക്കലി അങ്ങനെ ഇരിക്കുന്നു. അതല്ല, അതിനൊരു ഉള്ളിലൊരു സുഖം ഉണ്ടത്. ഇപ്പൊ പാടി തരാനും വയ്യ. പോട്ടെ. സ്വരം നിരേഗ രേ രേഗ മഗരി സസ നിരേഗ രേഗ നിരേഗ രേഗ 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 മഗരി 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 സസനി മഗരി സസനി നൈസ്. പാപ മാ രേഗ സനി സ രേഗ സനി സഗ പമ പ. നൈസ്. അതുപോലെ അത് കഴിഞ്ഞിട്ടൊരു ആലാപം വരുന്നില്ലേ, ഹേമലത മാം പാടി. നീ അവരുടെ പേര് പറഞ്ഞില്ലേ എൻ്റെ കൂടെ പാടിയ? മറന്നുപോയി. ഇപ്പൊ പറഞ്ഞോ? ഇല്ല, പറഞ്ഞില്ല. ഇപ്പൊ പറഞ്ഞോളൂ, അതിനുള്ള ചാൻസ്. ഇപ്പൊ 2 സെക്കൻഡ് കഴിഞ്ഞാൽ പോവും. പാടിയത് KG യേശുദാസ് സാറും ഹേമലത മാമുമാണ് പാടിയത്. വെരി ഗുഡ്. ഇനിയിപ്പോ അത് പാടിയ റൈറ്റ് റൈറ്റ്, യു ആർ റൈറ്റ്. അതാണ് വേണ്ടത്. എടാ വെരി ഗുഡ്. അതെപ്പോഴും നോക്കിക്കോണം. അതിനകത്ത് പഞ്ചമം തൊടുന്നുണ്ടോ, പഞ്ചമം വർജൻ ചെയ്തിട്ടാണോ ആ ഫ്രേസ് ഉള്ളതെന്ന് കേട്ട് മനസ്സിലാക്കിയപ്പോൾ ഇത് പാടിക്കൂടെ? ഒരു ഇതൊക്കെ അല്ല അതിൻ്റെ ഒരു ജീവൻ എന്ന് പറയുന്നത്. നീ പാടുമ്പോൾ അതൊരു യൂഷ്വൽ ഫ്രേസായി. ഇങ്ങനെ പാടുമ്പോൾ അതിനൊരു ഒരു ഒരു സുഖമുണ്ട്, അതിനൊരു അർത്ഥമുണ്ട്. അത് ഞാൻ കുറെ കേട്ട് നോക്കി, പക്ഷെ അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. അത് പാറുവിനെ ഒരു ഫോൺ ചെയ്ത് പാറുവിൻ്റെ അടുത്ത് ചോദിച്ചാൽ പോലെ മതിയായിരുന്നു. ഫോൺ നമ്പർ അറിയില്ല. അപ്പോൾ അവൾ എന്നെ വിളിച്ചേനെ. എന്നൊക്കെ ചക്കര ഇത് നീ ഇരുന്ന് പഠിച്ചതിൻ്റെ കുഴപ്പമാണെന്നുള്ളതാണ് എൻ്റെ നിഗമനം. പക്ഷെ ബാക്കി വളരെ ഇതിലൊരു 3/4 ഭാഗവും വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് പാടി. അത് നീ ഒരു ബൃഹാസ് പാടുന്ന കേൾക്കാൻ വളരെ മനോഹരമായിരുന്നടാ ചക്കര. ഐ ലവ് യു. ലവ് യു ടു സർ. വാ തുറന്നാണോ ഇവൻ പാടിയത് പാറു? ആണല്ലേ? അല്ല, ആണോ ഞാൻ ചോദിക്കുക. എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ തവണത്തേലും കുറച്ച് വാ തുറന്നിട്ടുണ്ട് സർ. ഇച്ചിരി. താങ്ക് യു സർ. ചേച്ചി തേജസ്. യെസ് മാം. തേക്കുട്ട എന്തോ നന്നായി പാടി. താങ്ക് യു. വോയിസ് വാ തുറന്ന് തന്നെ പാടി. പഴയതിനേക്കാളും ഒരുപാട് മെച്ചപ്പെട്ടു. കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. നല്ല സുഖമായിട്ട് പാടി. സാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പക്ഷെ അതല്ലാതെ മോൻ പാടിയത് നല്ല രസമുണ്ടായിരുന്നു. നല്ല സ്വീറ്റ് ആയിരുന്നു. ആ വോയിസ് നല്ല സുഖമായിട്ട് കേൾക്കാനുണ്ടായിരുന്നു. നല്ല കാര്യമാണ്. അതെ, സന്തോഷിക്കൂ. എത്ര ഞങ്ങളൊക്കെ എത്ര പറഞ്ഞിട്ടല്ലേ അവസാനം ഒന്ന് വാ തുറക്കുന്നത്. അതെ. എന്റെ അമ്മോ, ഇത്ര മനോഹരമായൊരു സോങ് സെലക്ഷൻ, ബ്യൂട്ടിഫുൾ. ശരിക്കും നമ്മളൊരു ബീച്ചിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഈ പാട്ട് പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ എന്താല്ലേ സാർ, ആ കാറ്റും ആ കടലും. തിമിംഗലോ കരയിൽ വന്ന് പിടിക്കുവോ? രണ്ടുപേരെ പിടിച്ചോണ്ട് പോയി. അടുത്ത് തിമിംഗലം സുനാമിയുടെ ഇടയിലായിരിക്കും. അല്ലല്ല, അല്ലാതെ വന്ന് പിടിച്ചോണ്ട് പോയി.
രണ്ടുപേരും വായിലൊക്കെ അവിടെ നിന്ന് പാട്ട് കേൾക്കുന്ന കണ്ടിട്ട്. അതേതായിരുന്നു രണ്ടുപേരും. അത് ഞാൻ പറഞ്ഞു, ഞാൻ ഓർമ്മകളിലേക്ക് പോയി. ആ വരട്ടെ, ഒരു ഓർമ്മ വരട്ടെ. സാറിന് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാ ഇത്. ലതാജിയൊക്കെ പാടിയ കുറേ പാട്ടുകൾ ഇതേ മൂഡിൽ കുറേ പാട്ടുകളുണ്ട്. एहसान तेरा होगा मुझ पर, दिल चाहता है वो कहने दो मुझे, तुमसे मुहाबत हो गई है मुझे, पलकों की छाँव में रहने दो, एहसान तेरा, एहसान तेरा. അതാ തിമിംഗലത്തിനെ ഓർത്ത് വായിച്ചത്. അത് കുഴപ്പമില്ല, അത് നല്ലതാ, സപ്പോർട്ട് ചെയ്യും. ആസ്ഥാനത്ത് നിർത്തി ഒരു ചോദ്യം. संदन सबदन चंचल चितवन, धीरे से तेरा ये मुस्काना, मुझे दोष ना देना, जग वालों हो जाए अगर दिल दीवाना, चंदन सा बदन चंचल चितवन. ചേച്ചി ബ്യൂട്ടിഫുൾ. എനിക്ക് ഈ ചന്ദൻ സാബദൻ പറയുമ്പോൾ ഒരു ഓർമ്മയുണ്ട് സർ. ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ എൻ്റെ അമ്മ വളരെ റെയർ ആയിട്ടുള്ള പാട്ടുകൾ സെലക്ട് ചെയ്ത് തരും പ്രോഗ്രാമിന് പാടാൻ. അപ്പോൾ ഈ മസ്കറ്റിലായതുകൊണ്ട് ഹിന്ദി ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാർ, ഹിന്ദി ഏത് സമയത്ത് ഹിന്ദി പാടിയാൽ എല്ലാവരും കേൾക്കും. അപ്പോൾ ദാസേട്ടനുമായിട്ടുള്ള ഒരു പ്രോഗ്രാം തൊഴുവങ്കോട് ദേവീക്ഷേത്രത്തിൽ. അപ്പോൾ രാത്രിയിലാണ് പ്രോഗ്രാം. അപ്പോൾ ദാസങ്ങൾ പാട്ടിൻ്റെ ലിസ്റ്റ് ഇടുക. നീ ഏതൊക്കെയാ പാടുന്നത്? ഞാൻ 2-3 പാട്ട് പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, സർ ദാസങ്ങൾ ചന്ദൻ സാബദൻ, പിന്നെ രാത്രി 10:30 മണിക്ക് ചന്ദൻ സാബദൻ കേൾക്കാനല്ലേ അവിടെ ആൾക്കാർ ഇരിക്കാൻ പോണം. അപ്പം എനിക്ക് ഈ ചന്ദൻ സാബദൻ അന്നത്തോടെ ഞാൻ പാടുന്ന നിർത്തി. എനിക്ക് എൻ്റെ മൈൻഡിൽ എപ്പോഴും അതിങ്ങനെ കിടന്ന് കളിക്കും. പക്ഷെ ഇന്ന് ഈ ഒരു പാട്ട് മോൻ ജബദീപ് ജലെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ശരിക്കും അത്തരത്തിലുള്ളൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന സോങ്സ് ആണ് ഇതെല്ലാം. എന്ത് എവർഗ്രീൻ ആയിട്ടുള്ള പാട്ടുകളാണെന്നറിയും ഇതൊക്കെ. ശരിക്കും നിങ്ങൾ കേൾക്കണം ഇത്തരത്തിലുള്ള പാട്ടുകളൊക്കെ. ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും നിങ്ങളെ ഡെവലപ്പ് ചെയ്യാൻ ആസ് എ സിംഗർ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു ഡാ. നന്നായി പാടി. തേജസ് നന്നായിട്ട് പാടി. ഇതേ സിനിമയിൽ തന്നെ ഇതേ കമ്പോസ് ചെയ്ത് ഇതേ കമ്പോസർ എഴുതി ദാസർ എന്നെ പാടി വേറൊരു പാട്ട് ഇവിടെ വേറെ ആരും പാടിയല്ലോ, അതുപോലെ ഉഗ്രം പാട്ടുകൾ, ഒന്നും പറയാനില്ല. എന്ത് രസമുള്ള പാട്ടുകളാണ്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇവർ പറഞ്ഞു. പിന്നെ ഒരല്പം കൂടെ വേണമെങ്കിൽ തുറക്കാം. ശ്രമം ഓക്കെ നടന്നിട്ടുണ്ട്. ഒരല്പം കൂടെ ആവാം. കാരണം ഈ പറഞ്ഞ പോലെ ദാസറിന്റെ ശബ്ദം കേട്ടിട്ട് നമുക്കിങ്ങനെ യൂസ്ഡ് ആയതുകൊണ്ട് ഒരല്പം കൂടെ ഓപ്പൺനെസ് ആവാന്നിങ്ങനെ തോന്നിപ്പോ. ഒട്ടും ഓപ്പൺ അല്ലാത്ത ഒരാളാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. It's all in the game. Yeah. രസമായിരുന്നു തേജസ്. ഓൾ ദി ബെസ്റ്റ്. Thank you ഷാനിക്ക. ഓക്കെ, മാർക്സ് ചോദിക്കാം. ശരത് സർ. തേജസ്, എനിക്ക് നീ പാടി ഇഷ്ടമായി. 9 മാർക്സ്. താങ്ക് യു സർ. ഷാനിക്ക 8.9. താങ്ക് യു ഷാനിക്ക. ചേച്ചി തേജസിന്റെ മാർക്സ് ഭദ്രമായി ഗാനക്കുടത്തിൽ. ഓക്കെ, സോ ടോട്ടൽ 17.9. ഓക്കെ, ശരി. അടുത്തത് നമുക്ക് ശ്രുതി ചാലഞ്ച് റൗണ്ടിലേക്ക് പോവാം. യെസ്, ശ്രുതി ചാലഞ്ച് ആര് വരുന്നു? പാടാൻ വരുന്നു നമ്മളുടെ ആക്ടർ, സിംഗർ, മോണോ ആക്ട് ഒക്കെ ചെയ്യുന്ന നമ്മളുടെ അശ്വിൻ. യെസ്. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ
ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലെ മാറിൽ കളഭക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ. വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിസറിയുണ്ടോ. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലെ മാറിൽ കളഭക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ. വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിസറിയുണ്ടോ. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ. കളിവള്ളം കെട്ടിയിട്ടു പുഴക്കടവിൽ ഞാൻ മലരണി വാകച്ചോട്ടിൽ മയങ്ങുമ്പോൾ. കളിവള്ളം കെട്ടിയിട്ടു പുഴക്കടവിൽ ഞാൻ മലരണി വാകച്ചോട്ടിൽ മയങ്ങുമ്പോൾ. കനവിൻ്റെ കളിത്തേരിൽ വന്നില്ലേ സ്നേഹക്കളിവാക്കു പറഞ്ഞെന്നെ ക്ഷണിച്ചില്ലേ ക്ഷണിച്ചില്ലേ. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലെ മാറിൽ കളഭക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ. വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിസറിയുണ്ടോ. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ. പതിനഞ്ചാം വാവിലെ പാലാഴിത്തിരമാല പടകാളി മുറ്റത്തെത്തി വിളിക്കുന്നു. 15-ാം വാവിലെ പാലാഴിത്തിരമാല പടകാളി മുറ്റത്തെത്തി വിളിക്കുന്നു. പുളിയിലക്കരമുണ്ട് പുതച്ചാട്ടെ നിന്റെ സഖിമാരെ ഉണർത്താതെ വന്നാട്ടെ വന്നാട്ടെ. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലെ മാറിൽ കളഭക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ. വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിസറിയുണ്ടോ. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ. അശ്വിൻ ചേച്ചി സൂപ്പർ. താങ്ക് യു ചേച്ചി. ഇതെന്താണ് ഡ്രസ്സിലൊക്കെ? ഇത് നോക്കൂ അശ്വിന്റെ ഡ്രസ്. ഹായ്. ചെയ്തതാണോ? ആ ഇത് അച്ഛന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് Okay. സുനിൽ അങ്കിള്. അപ്പൊ എനിക്ക് വേണ്ടിട്ട് ഇതിനു വേണ്ടി ചെയ്തതാ. സൂപ്പർടാ. താങ്ക് യു. ഓക്കെ ചോദിക്കാം. ആ വാച്ചിന് മാച്ചിങ് ആയിട്ടുണ്ട്. ലക്കി വാച്ച് അത് ലക്കി വാച്ച്, അത് കെട്ടാണ്ട് പോവില്ല അവൻ. ശരത് സാറിന്റെ എന്താ ഈ കളർ വാച്ച്? വിറ്റു. അത് ആകെ കൈമാറിപ്പോയത് എനിക്ക് മാത്രമാണ്. അത് ഞാൻ തിരിച്ചു തന്നു. അതെവിടെ എന്നിട്ട്? പിന്നെ അത് ഇടാറില്ല. ആകെപ്പാടെ 4 വാച്ചും ഉണ്ട്. അത് ഞാൻ എടുത്തോണ്ട് വരാം. അടുത്ത ഷെഡ്യൂളിൽ അത് ഇടണം കേട്ടോ. ഓക്കെ ശരത് സാർ. മോനെ സാർ നല്ല പാട്ട്, നീ നന്നായിട്ട് തന്നെ പാടും. താങ്ക് യു സാർ. ഇനി ഇതിന്റെ ബാക്കി കാര്യങ്ങൾ പറയൂ സാർ. മൂവി കടത്തനാട്ട് മക്കം.
ലിറിക്സ് എഴുതിയിരിക്കുന്നത് പി ഭാസ്കരൻ മാഷ്, ആഹാ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജി ദേവരാജ മാഷ്, പാടിയിരിക്കുന്നത് ദാസാർ. ആഹാ മതിയല്ലോ. ഈ പാട്ടെങ്കിലും വിഷ്വല് കണ്ടതാണ്. ആ വിഷ്വല് കണ്ടു. എന്താണ് കണ്ടു? കുറച്ച് എന്തോന്ന് കുറച്ചോ? ഒരു പാട്ട് അത് അത്ര ക്ഷമയില്ലേ? റീൽസ് കണ്ട് ക്ഷമ പോയി. പറഞ്ഞത് വേണ്ടായിരുന്നു. അതാ സത്യം പറഞ്ഞ് പഠിക്കണം. സത്യത്തിനെ നിന്നെ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റും. കള്ളങ്ങൾ നമ്മൾ പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കണം, ഒരിക്കലും തീരത്തില്ല. സത്യം ഒരു വട്ടം പറഞ്ഞാൽ മതി കേട്ടോ. എപ്പോഴും സത്യം പറയുക. അപ്പൊ ചക്കരെ പഞ്ചാരേ സാർ, നീ നന്നായിട്ട് പാടിയതാ. എനിക്ക് എൻ്റെ ചില സംശയങ്ങൾ നീ തീർത്തു തരുമോ? തരാം സാർ. കളഭക്കൂട്ടണിഞ്ഞു കൊണ്ട് ഉറക്കമായോ? അതൊന്ന് പാടിത്തരാമോ? കളഭക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ, ഉറക്കമാ കളഭക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ. അത് കൂടെ വേണം കേട്ടോ. മറ്റേതൊരു കളിപ്പീര് സംഗതി ആയിപ്പോ. പിന്നെ വിരഹത്തിന് ചൂടുണ്ടോ? അത് അവിടെ അത്രയും വിപരാറ്റ വേണ്ട മോനെ. ഇപ്പൊ നീ അടുത്ത നോട്ടിലേക്ക് ഇട്ട് ആട്ടുകയാണെന്ന് തോന്നുന്നു. അതൊന്ന് പാടാമോ? വിരഹത്തിൻ ചൂടുണ്ടോ, വിരഹത്തിൻ ചൂടുണ്ടോ, അങ്ങനെ ആക്കണം. വിരഹത്തിൻ ചൂടുണ്ടോ. ഓക്കെ, അത് ശരിയായിക്കൊള്ളുക. പിന്നെ കളിവെള്ളം കെട്ടിയിട്ട് പുഴക്കടവിൽ ഞാൻ. കളിവള്ളം കെട്ടിയിട്ടു പുഴക്കടവിൽ ഞാൻ. അതല്ല, അത് ഒഴുക്കി, അത് മതി കേട്ടോ മോനെ. അതാണ് അതിൻ്റെ ഒരു സ്വഭാവം. അവിടെ ഒരു ബലപ്പെടുത്തം വേണ്ട. വള്ളം ഒലയും. വള്ളത്തിൽ കയറിയിട്ടുണ്ടോ? എവിടെ നിന്റെ സ്ഥലം? എവിടെ? ചെങ്ങന്നൂർ വെൺമണി. അവിടെ വള്ളം കായലുണ്ടോ? കായലല്ല സാർ, അവിടെ ഒരു ക്ഷേത്രമുണ്ട് ശാരങ്ങക്കാവ്. അവിടുന്ന് അപ്പുറം കരയിലേക്ക്, ഇവിടുന്ന് അപ്പുറത്തെ കരയിലേക്ക് പോകാനൊക്കെ വള്ളത്തിലാണ്. ഇപ്പോഴാണ് പാലൊക്കെ വന്നത്. ഞങ്ങളുടെ അടുത്ത് അത് പറഞ്ഞതേ ഇല്ലല്ലോ. ഞങ്ങളെ എന്തുകൊണ്ട് കൊണ്ടുപോയില്ല അങ്ങോട്ട്? കൊണ്ടുപോവാ, നമ്മൾ മരിക്കും. എനിക്ക് വെള്ളമൊക്കെ പേടിയാണ്. എനിക്കും നീന്തലും അറിഞ്ഞാൽ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം മതി മരിക്കാൻ. ചക്കര അതുപോലെ ഇതേ ഉള്ളൂ. ഞാൻ അത്ര കുറച്ചുകൂടെ സോഫ്റ്റ് ആക്കാം. പിന്നെ ആ ഒരു ചൊനിപ്പും കൂടെ ഉണ്ട് അതിന് എക്സ്ട്രാ. അതേ ഉള്ളൂ. അത് നീ മനസ്സിലാക്കിയാൽ മതി, അത്രേ ഉള്ളൂ. പക്ഷെ ബാക്കിയൊക്കെ നന്നായിരുന്നു. ശ്രുതിയുടെ കാര്യത്തിൽ നിനക്ക് എങ്ങനെ ഫീൽ ചെയ്തു ചക്കരെ ഇപ്പം പാടുമ്പോൾ? ശ്രുതി പറ്റിയെന്നാണ് തോന്നുന്നത്. നിനക്ക് എല്ലാം തോന്നലാണ്, എല്ലാം മിഥ്യ, സർവം മായ. നമുക്ക് സ്റ്റഡി ആയിട്ടൊന്ന് പറയാൻ പറ്റണ്ടേ? പറ്റി സാർ. എന്ത് പാടാൻ പറ്റി ശ്രുതിയില്. എന്നാ അവിടെ ഇവിടെ ചേർച്ച കുറവുണ്ടായിരുന്നു. ഓക്കെ സാർ, കേട്ടോ. നീന്തി പഠിക്ക്. ഓൾ ദി ബെസ്റ്റ് ചക്കരെ. താങ്ക് യു സാർ. താങ്ക് യു സർ. ഷാനിക്ക ഈ നന്നായിട്ട് പാടി അശ്വിനെ. താങ്ക് യു സാർ. അശ്വിൻ്റെ വോയിസിന് ഒരു പ്രത്യേക ഫീലാണ്. അത് സോങ് സെലക്ഷൻ അതിന് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സ്മാർട്ടായിട്ട് ഇതുപോലെ സെലക്ട് ചെയ്യുക. ഓക്കെ സാർ. ഇതൊക്കെ നല്ല സെലക്ഷൻസ് ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കുഞ്ഞു ബട്ട് അഗൈൻ സോങ് സെലക്ഷൻ അത് അശ്വിൻ്റെ ഒരു ഭയങ്കര സ്ട്രോങ് പോയിന്റ് ആണ്. അതുപോലെ തന്നെ കീപ്പപ്പ് ചെയ്യാം. ഓക്കെ സാർ. ഓക്കെ ഓക്കെ സാർ. ഞാൻ വെക്കട്ടെ. ഓക്കെ ശരി. ചേച്ചി അശ്വിൻ മാം നന്നായി പാടി. ആസ് യൂഷ്വൽ നന്നായിട്ട് പാടുന്ന ഒരു കുട്ടിയാണ്. പിന്നെ ഒരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത്, ഈ വാച്ച് ഉള്ളത് കൊണ്ടാണ് പാടുന്നത് എന്നുള്ള അന്ധവിശ്വാസം എടുത്ത് മാറ്റിയേക്കും. അങ്ങനൊന്നുമില്ല. കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോഴും കണ്ടു അതിന്റെ വാച്ച് എവിടെ, അതെടുത്ത് കിട്ടുന്നു. അതല്ല, അസലായി പാടുന്നുണ്ട്. നല്ല ശബ്ദമാണ്, മനോഹരമായിട്ട് പാടുന്നുണ്ട്, നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ട്. ഇതിങ്ങനെ തന്നെ പോട്ടെ മുന്നോട്ട്, ഇനിയും നന്നാവട്ടെ. ഓക്കെ ഡാ, ഗോഡ് ബ്ലെസ് യു. അതും ചോദിക്കടാ. ആനയുടെ ചോദ്യം ചോദിക്കണോ? പാടിയടാ. അപ്പൊ അതിനകത്ത് നെഗറ്റീവ് കാര്യങ്ങളൊന്നുമില്ല, ചുമ്മാ രസത്തിന്. ഓക്കെ, ഞാൻ ചോദിക്കാം. ഇവിടെ ആർക്കും അതിന്റെ ആൻസർ അറിയില്ല. എനിക്ക് ചോദ്യം തന്നെ അറിയില്ല. ഞാൻ ചോദിക്കാം. ഒരു കാട്ടില് കുറെ ആനകള് മാത്രം, കുറെ ആനകൾ ഉണ്ടായിരുന്നു. ആനകള് മാത്രം കേട്ടാ. അപ്പൊ അവിടെ ഒരു വേട്ടക്കാരൻ വന്നു. അപ്പൊ ആ വേട്ടക്കാരൻ വന്നിട്ട് ആനയെ വെടിവെക്കാനാണ് വന്നേക്കുന്നത്. ഓക്കെ. പക്ഷേ ആ വേട്ടക്കാരൻ വെടിവെച്ചത് ഒരു തത്തമ്മയായിരുന്നു. എങ്ങനെ? തോക്ക് വെച്ച്. കുസൃതി ചോദ്യമാണ്. ആ ഒരു ലോ ലെവലിന്റെ ഈ ആൻസർ കേട്ടിട്ട് കുസൃതി എന്ന് തോന്നിയില്ല. ഇല്ലാത്ത ഡയറക്റ്റ് ആൻസറിങ് അല്ലേ? തത്തയാണ്. ആനയുടെ പേരായിരുന്നോ തത്ത? ഏത് പട്ടിയായിട്ട് ഒരു ആനക്ക് തത്തപ്പാന്റെ പേരിടുന്നേ? ആനക്ക് എന്താ തത്തമ്മാന്ന് പേരിട്ടാ? ഇവിടെ ഒരു ഭാഗത്ത് ഗുരുവായൂർ കേശവൻ, നിലമ്പൂർ രാധാകൃഷ്ണൻ. ആ ആനയുടെ പേരെന്താ?
ഇതിനൊക്കെ അല്ല ഞാനൊരു കാര്യം പറയട്ടെ, ഷാന് ശരത് സാറിന്റെ മാനേജറെ കണ്ടിട്ടുണ്ടോ? പുള്ളിനെ എന്താ വിളിക്കുന്ന അറിയോ? വാവാന്ന്. അത് അവനെ ബാബാന്ന് വിളിച്ച് ഫുൾ ടൈം ബാ ബിസി ആയതുകൊണ്ട്. ആനയ്ക്ക് തത്തമ്മ പേരിടാം. ഇല്ലല്ല, ഇടരുത്. ഈ ആനയുടെ പേര് തത്തമ്മന്നായിരുന്നു. ടെക്നിക്കലി ശരിയല്ല, അത് ഓടാണ്. ആ ചോദ്യം നമ്മൾ പിന്നെ തത്തമ്മയ്ക്ക് ഗുരുവായൂർ കേശവനിടും. അതല്ലേ ഞാൻ ആദ്യം ഒരു കുസൃതി ചോദ്യമാണ്. എന്നാ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഈ ചോദ്യം സ്പോൺസർഡ് ബൈ ശരത് സാർ ആണോ? അല്ല, ഇവള് തന്നെ മണ്ടത്തിലാക്കി. ഇനി എന്റെ 2 മാനേജർമാരുണ്ടല്ലോ, എനിക്ക് ഒരുത്തൻ ഇപ്പൊ ട്രിവാൻഡ്രത്താ. അവന്റെ വീട്ടിലൊരു പട്ടിയുണ്ട്. അതിന്റെ പേരെന്താന്നറിയാമോ? ബാഹുബലി. കണ്ടോ? അപ്പൊ എന്തുകൊണ്ട് ആനയ്ക്ക് തത്തമ്മന്ന് പേരിട്ടൂടാ? ക്യൂട്ടല്ലേ? ക്യൂട്ട് പേര്. ആനനെ കാണാൻ ക്യൂട്ടല്ലേ? അപ്പൊ നമുക്ക് തത്തമ്മേന്ന് വിളിക്കാലോ. ഗുഡ് ചേച്ചി, സൂപ്പർ. ഇവിടെ ഞാൻ എല്ലാവരോടും ചോദിച്ചു, ആർക്കും അതിന്റെ ആൻസർ അറിയില്ലായിരുന്നു. ചേച്ചിയാണ് കണ്ടുപിടിക്കും. ബ്രില്യന്റ്. ഞാൻ ഇനി അടുത്ത എപ്പിസോഡിൽ കൊണ്ടുവരാട്ടെ ഇതുപോലത്തെ ചോദ്യങ്ങൾ. ശരത് സാർ ഡിസപ്പോയിന്റഡ് ആയോ? സാർ പ്ലീസ് എൻകറേജ് ചെയ്യുമ്പോ ഞാൻ അടുത്ത ചോദ്യങ്ങളായിട്ട്. അടിപൊളി, നല്ലതായിരുന്നു. സഹിക്കാൻ പറ്റുന്നു. നിനക്ക് മാർക്ക് വേണ്ടേ? വേണം. ശരത് സാർ 8.9 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ഷാനിക്ക തത്തമ്മയിലാണോ ബാഹുബലിയിലാണോ ഇപ്പോഴും? ഷാന്റെ പാവം ശബ്ദവും ഇല്ല. തത്തമ്മന്ന് പേരിട്ട ആന പോലും. എടാ അശ്വിനെ സാർ 8.9. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ഇതിൽ കൂടുതൽ ഉണ്ടായിരുന്നു എന്റെ മനസ്സിൽ. വെറുതെയാണ്. പക്ഷെ ആനയുടെ പേര് തത്തമ്മ ആയതോട് കൂടി ഈ ഷാൻ, അത് നമുക്ക് വേറെ രീതിയിൽ ആലോചിക്കാം. ഈ തത്തമ്മ എന്ന് പറയുന്നത് തത്ത എന്നാണ് ഞാൻ പറഞ്ഞത്. ഐ ഡോണ്ട് നോ, അതിന്റെ പേര് തത്ത എന്നാണെങ്കിൽ അത് അതെന്തുകൊണ്ട് തലയെടുപ്പുള്ള തങ്കപ്പൻ ആയിക്കൂടാ? ഒരു ഷോർട്ട് ഫോം ആയിക്കൂടെ തത്ത? എന്ത് വേണേ അയക്കും. പോവല്ലേ പോവല്ലേ പ്ലീസ്. അയ്യോ സാറേ പോവല്ലേ, അയ്യോ സാറേ പോവല്ലേ, പ്ലീസ് പ്ലീസ് ഇറങ്ങല്ലേ. വാ തിരിച്ചു വാ. മാർക്കിടാ വാ. നമുക്ക് പോണ്ടേ? മിഠായി വാങ്ങി തരാം, ഐസ്ക്രീം വാങ്ങി തരാം. സതീഷേട്ടാ ജഡ്ജസിനോട് കേറിയിരിക്കാൻ പറ. വാ പോണ്ടേ വാ. തലയെടുപ്പുള്ള തങ്കപ്പൻ. ഓക്കെ, അപ്പൊ അശ്വിന്റെ മാർക്സ് ഗാനക്കുടത്തിലേക്ക്. താങ്ക് യു മാം. ഓക്കെ, സോ ടോട്ടൽ 17.8. ഗുഡ്, ഓൾ ദി ബെസ്റ്റ്. ബൈ. അങ്ങനെ ആ ഒരു ചോദ്യമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി, ഞങ്ങളുടെ ഉത്തരങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായ സ്ഥിതിക്ക് നമുക്ക് അടുത്ത പാട്ടിലേക്ക് ഓഫ് കോഴ്സ്. ഏതാണ് പാട്ട്? നമുക്ക് ഹിന്ദി റെട്രോ റൗണ്ടിലേക്ക്. ഓക്കെ, ലെറ്റ്സ് വെൽക്കം അജൽ. पोथी पढ़ पढ़ जग मुआ, पंडित भयान को 2.5 अक्षर प्रेम का, पढ़े सो पंडित हो। तेरी तस्वीर को सीने से लगा रखा है, तेरी तस्वीर को सीने से लगा रखा है, तेरी तस्वीर को सीने से लगा रखा है, हमने दुनिया से अलग गाँव बसा रखा है, तेरी तस्वीर को सीने से लगा रखा है।
मेरी किस्मत की लकीरों को सजाया तूने, एक ना चीज को फनकार बनाया तूने। मैंने हर बोल तेरा दिल में सजा रखा है। हमने दुनिया से अलग गाँव बसा रखा है। तेरी तस्वीर को सीने से लगा रखा है। मैंने की दो से चाबी तेरी बनाई बरसों, दूर रह कर तुझे आवाज सुनाई बरसों। किस लिए तूने मुझे हर बना रखा है। हमने दुनिया से अलग गाँव बसा रखा है। तेरी तस्वीर को सीने से लगा रखा है। ओ, 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 तुझको दिन रात ख्यालों में पूजा मैंने, तेरे पैरों के निशान पर किया सजदा मैंने। बंदगी में तेरी सर अब भी झुका रखा है। हमने दुनिया से अलग गाँव बसा रखा है। तेरी तस्वीर को सीने से लगा रखा है। നൈസ് നൈസ് നൈസ്. അജൽ, ഹലോ. ലാസ്റ്റ് റൗണ്ട് അല്ലേ? അതെ. എന്താ തോന്നി? 3 റൗണ്ട്സ് എങ്ങനെ ഉണ്ടായിരുന്നു? നിനക്ക് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയത് ഏത് റൗണ്ടാ? ഡ്യുവറ്റ് ആയിരുന്നു ഒന്ന്. ഇത് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്, അപ്പൊ അങ്ങനെ പാടിയതാ. കുഴപ്പമില്ലായിരുന്നു. ആ, ചോദിക്കാം. ചേച്ചി. അജലേ, ഡീറ്റെയിൽസ് പറയൂ. ഇത് സാവൻ കോ ആനെ ദോ എന്ന് പറഞ്ഞ ഫിലിമിലെ പാട്ടാണ്. ഓക്കെ. മ്യൂസിക് ചെയ്തേക്കുന്ന രാജ് കമൽ സാറാണ്. എൻ്റെ ലിറിക്സ് എഴുതിയേക്കുന്ന ഫോക്ക് ജമി എന്ന് പറഞ്ഞ സാറാണ്. ഫോക്ക് ജമി. പാടിയത് കെ ജേശ്വർ സാർ. നന്നായി പാടി. താങ്ക് യു മാം. അജൽ, ഈ പാട്ട് ആരുടെ സെലക്ഷനാണ്? ഇത് എൻ്റെ സാറിൻ്റെ സെലക്ഷനാണ് മാം. സത്യം? സത്യമായിട്ടും. ഉറപ്പായിട്ട് നല്ല സെലക്ഷൻ. താങ്ക് യു മാം. പിന്നെ വളരെ റെയർ സെലക്ഷനാണ് ഈ പാട്ടുകളൊക്കെ. അങ്ങനെ ഒരു വേദിയിൽ പാടി എന്ന് വെച്ചാൽ കോമ്പറ്റീഷൻ, നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു കോമ്പറ്റീഷൻ വേദിയിൽ ഞാൻ വളരെ അപൂർവമേ കേട്ടിട്ടുള്ളൂ. കേട്ടിട്ടില്ല എന്ന് തന്നെ പറയാം. മനോഹരമായിട്ട് പാടി, നല്ല സെലക്ഷൻ. പിന്നെ ഇതിനകത്ത് പോലെ ഡിക്ഷനാണ് കുറച്ച് പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്. അത് ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അത് ചില വാക്കുകൾ തേരെ പേരോക്കെ നിഷാൻ ഇന്നില്ല, നിഷാ, ചില ലെറ്റേഴ്സ് സൈലന്റ് ആണ്. ദൂർ രഹക്കർ തുझे ആവാസ് സുനായി അല്ലേ? പർസോ. ആ, അപ്പൊ അങ്ങനെ കുറെ വാക്കുകളാണ് ഇതിനകത്ത് നമുക്ക് പെട്ടെന്ന് ശ്രദ്ധയിൽ വരുന്നത് ഡിക്ഷൻ്റെ. അതല്ലാതെ പാട്ട് വൈസ് നോക്കുവാണെങ്കിൽ വളരെ നന്നായിട്ട് പാടി. അത് ചില ഭാഗങ്ങൾ കുറച്ചുകൂടി ഒന്ന് ശ്രുതിയിൽ ചേരാമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. സ്പെഷ്യലി ആദ്യത്തെ പോർഷൻ, ആഡ്ലിബ് പോലെ പാടിയ ഒരു പോർഷൻ നന്നായിരുന്നു. പക്ഷെ ചെറിയ സ്ഥലങ്ങളൊക്കെ ഒന്ന് ശ്രുതി ചേരാമായിരുന്നു. പിന്നെ ഒരു ഇടയിലൊരു ഓ വരുന്നില്ലേ,
തോന്നിയോ അത്? തോന്നിയായിരുന്നു. അത് കുറച്ച് അതിന്റെ സംഗതിയൊക്കെ പാടുന്നുണ്ട്, പക്ഷെ അത് ശ്രുതിയിൽ കുറച്ചുകൂടി ചേർന്നിരുന്നെങ്കിൽ നന്നാകുമായിരുന്നു. കുറച്ചുകൂടി ഒന്ന് പാടി നോക്കുന്നോ? അതെന്താ അത് സ്ലോ ആയി പാടിയേ? അത് സ്ലോ ആയി പാടുമ്പോ ഓക്കെയാണ്, പക്ഷെ അത് സ്പീഡിൽ വരുമ്പോ കണ്ണൊക്കെ ഉരുട്ടി പേടിപ്പിക്ക. ഇത്ര ഭീകര സംഗതിയായിരുന്നു അത്. അല്ലല്ല, ഇടയിലൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടാ, മറ്റേ ആ കക്കാൻ പോകുന്ന സാധനം എപ്പോഴും കയറി വരുന്നുണ്ട് ഇടയില്. ഒരു എല്ലാരെയും നോക്കിയിട്ടുള്ള ഒരു പോക്ക് അത് മാറ്റിയെടുക്കണം. നീ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് പാടിക്കോ ട്ടാ. അത് ഇങ്ങനത്തെ ചില കാര്യങ്ങൾ കുറച്ചൊരു പെർഫെക്ഷൻ വരാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇപ്പോഴും ശരിയായിട്ടില്ല, അത് ഒന്ന് ശരിയാക്കി എടുക്കണം. അതുപോലെ അനുപല്ലവിയുടെ മെരി കിസ്മത്ത് കി ലക്കീറോ കോ സജായാ തൂനെ, ആ സജായാ തൂനെ, അത് ഏക് നാചീസ് കോ ഫൻകാർ ബനായാ തൂനെ, ആ ബനായാ തൂനെ. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെയൊക്കെ ചെറിയ ശ്രുതി പ്രശ്നങ്ങൾ എനിക്ക് തോന്നി. അതല്ലാതെ ആ പാട്ടിനോടൊരു ഒരു ഫീൽ ഉണ്ടായിരുന്നു കേൾക്കാൻ. അല്ലെങ്കിലേ അജലിൻ്റെ വോയിസ് ഇങ്ങനെ ഒരു സോഫ്റ്റ് വോയിസ് ആണ്. അപ്പോൾ പ്രസൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ലാത്ത പ്രസൻസിലേക്ക് വരുന്നുണ്ട്, അതൊരു നല്ല കാര്യമാണ്. ഇനി അജൽ പാടുമ്പോൾ കുറച്ചുകൂടി ഒരു ലെവൽ പ്രസൻസ് ഉണ്ടാക്കിയെടുക്കണം. നല്ല മാറ്റമുണ്ട്, ഇനിയും ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ. പിന്നെ നല്ല ആ മറ്റേ നിൽപ്പിലൊക്കെ ഒരു രസമുണ്ട് കാണാൻ, സ്റ്റൈലായിട്ടുണ്ട്. പാടുന്ന രീതിയൊക്കെ നന്നായിട്ടുണ്ട്, എല്ലാം ഗുഡ്, നല്ല സ്റ്റൈലിഷ് ആയിട്ടുണ്ട് ഇന്ന് കാണാൻ. നൈസ് പെർഫോമൻസ് ടാ. നമ്മുടെ ഓർക്കസ്ട്രയും മനോഹരായിരുന്നു. താങ്ക് യു ചേച്ചി. ശരത് സാർ. അജലേ സാർ, നല്ലൊരു പാട്ട് നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു സാർ. എനിക്ക് ആ ആഡ്ലിബ് കഴിഞ്ഞിട്ട് വരുന്ന ആലാപ് തുടക്കം ഒന്ന് പാടാമോ? നൈസ് നൈസ് നൈസ്, കൊള്ളാം, ഇത് മതി. അത് എവിടെ പാടാൻ പറഞ്ഞാൽ അങ്ങ് പാടിയേക്കണം. അതിന് പുറകിലുള്ള 4-5 ലൈൻ പാടി കൊണ്ടുവന്ന് ഇവിടെ നിർത്തി അപ്പോഴത്തേക്ക് നമ്മൾ മറന്നും പോകും എന്തുവാ ചോദിച്ചതെന്ന്, കേട്ടോ? ഓക്കെ സാർ. പിന്നെ ആലാപിൻ്റെ എൻ്റെ ഒന്ന് പാടിക്കേ, അത്ര സ്പീഡിൽ. അത്ര മതി, കുറച്ച് കൂളാവുക. അതാ പറഞ്ഞു അത്രയും വേണ്ടെന്ന്. എന്താ എനിക്ക് വയ്യാതെ എന്നെ ആയിട്ട് പാടിക്കാടാ. അത്ര ഒരു ഗ്യാപ്പ്. ബാക്കിയൊക്കെ നന്നായിട്ട് പാടി. കാര്യം ഞാൻ എൻ്റെ കൊച്ചിലെ ഇഷ്ടംപോലെ ഗാനമേളകൾ പാടിയിട്ടുള്ളതായി പാട്ട്. അപ്പം എനിക്കതിങ്ങനെ എൻ്റെ വീട്ടിൽ ആദ്യം ഹിറ്റായ പാട്ടായത്. ഇഷ്ടംപോലെ പാട്ടുണ്ട്, അച്ഛനിട്ട് അന്ന് ലിസ്റ്റിൽ ഈ പാട്ടുണ്ടാകും. അങ്ങനെ ഇത് ഇഷ്ടംപോലെ പാടി. ശരത് സാർ ഇതേ റൂട്ടിലല്ലേ? ഉഗ്രം പാട്ടാ. ഇതൊക്കെ അറിയോ നിനക്ക്? കേൾക്കണ്ടേ നിങ്ങള്? ഇത് കേട്ടിട്ടുണ്ടോ? ഇത് നല്ല ഉഗ്രം പാട്ടാ. അതിൻ്റെ പല്ലവി കൺസ്ട്രക്ഷൻ, പ്രത്യേകിച്ച് അതിൻ്റെ എൻ പോർഷൻ വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ്. തീർച്ചയായും ആ സ്റ്റൈൽ ഓഫ് സിംഗിങ് വളരെ ഡിഫറെൻ്റാണ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സാധനമാണ്. അത് കേൾക്കണം. ബാക്കിയൊക്കെ നന്നായിരുന്നല്ലോ, നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു സാർ. താങ്ക് യു സർ. ഷാനിക്ക. അജലേ സാർ, എനിക്ക് ഫീൽ ചെയ്തത് മൊത്തം പാട്ട് നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു സാർ. പക്ഷെ ഒരു നേസൽ ടോൺ, ഒരു മൂക്കടിക്കുന്നുണ്ട് കുറേ ഭാഗങ്ങളിൽ, അതൊന്ന് കൺട്രോൾ ചെയ്യണം കേട്ടോ. പിന്നെ അഗൈൻ ഡിക്ഷൻ, മഞ്ചേരി പറഞ്ഞ പോലെ ഇപ്പം ഡായി, അത് എന്തോ ദായി എന്നോ അങ്ങനെ എന്തോ ഡാന്ന് പാടി. പിന്നെ അതുപോലെ ബർസോ, അവിടെയും ഈ ഒരു നേസൽ ഒരു ഓ ആണ്, ബർസോ അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. പിന്നെ ആ ഓ നമ്മുടെ 1, 2, 3 സെക്കൻഡ് ചരണത്തിന് മുന്നേ വരുന്ന ആ ഒരു ഓ ഇല്ലേ, അതെ. പിന്നെ ഹയാലോ, അതെന്തോ ഖയാലോ എന്നാ അങ്ങനെ എന്തോ, അത് ഹ. പിന്നെ പാട്ട് തുടങ്ങിയ സമയത്ത് ഞാനിങ്ങനെ ശരത്തേട്ടനോട് പറയാൻ, ദാസർ ഹിന്ദിയിൽ അധികം പാട്ടുകളൊന്നും പാടിയിട്ടില്ല, പക്ഷെ പാടിയതെല്ലാം സൂപ്പർ ഹിറ്റാണ്. അത് ഒരു കഴിവ് തന്നെയാണ് ഒരു മനുഷ്യൻ്റെ. സൗത്ത് ഇന്ത്യൻ ഓക്കെ എല്ലാം കവർ ചെയ്തിട്ടുണ്ട്, സൗത്ത് ഇന്ത്യ മാത്രമല്ല ഒരുവിധം എല്ലാ ലാംഗ്വേജസും കവർ ചെയ്തിട്ടുണ്ട്. ഹിന്ദിയിൽ പാടിയ എല്ലാം സൂപ്പർ ഹിറ്റാണ്. എന്തായാലും നല്ല സോങ് സെലക്ഷൻ,
നേസൽ മാത്രം ഒന്ന് പിടിക്കാം, കൺട്രോൾ ചെയ്യാം. That's it. ഓക്കെ സാർ, താങ്ക് യു സാർ. താങ്ക് യു ഷാനിക്ക. ഓക്കെ, Okay. കുറെ നല്ല കമന്റ്സ് കിട്ടും. ഇനി മാർക്സ് ചോദിക്കാം. ചോദിക്കാം. ശരത് സർ. അജൽ സാർ 8.9 മാർക്സ്. താങ്ക് യു സാർ. താങ്ക് യു സർ. ഷാനിക്ക. 8.8. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക്ക. ചേച്ചി. അജലിന് നല്ല മാർക്ക് ഇതാ ഫോൾഡ് ചെയ്ത് നമ്മുടെ ഗാനക്കൂടത്തിൽ ഇട്ടിട്ടുണ്ട്. താങ്ക് യു മാം. ഓക്കെ, സോ ടോട്ടൽ 17.7. അങ്ങനെ അജലിന്റെ പെർഫോമൻസോട് കൂടി നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. വാവ്, എന്താ നമ്മുടെ വൈൻഡ് അപ്പ് ചെയ്യാറായി? നിങ്ങളെന്താ അവിടെ? അല്ലല്ല, എന്റെ സമയം നോക്കിയതാ അതിന്റെ പേരായോ ഒന്ന്. എന്റെ സമയം ശരിയാണോ നോക്കിയതാ. ഇന്നത്തെ എപ്പിസോഡ് ഭയങ്കര നല്ലതായിരുന്നു. 3 പാട്ടുകളും എന്റെ ആ ചോദ്യവും സത്യയുടെ ചോദ്യവും അതെ എല്ലാം കൊണ്ടും മനോഹരമായിരുന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പൊ എന്നാ പോട്ടെ, ബൈ. വേറെ ചോദ്യം കൊണ്ടുവരണം കേട്ടോ നാളെ. Super Star.